സ്തോത്രം. ഈഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പാരത്തിലേക്ക് ഉയരും നാൾ വരുമല്ലോ. വിശുദ്ധന്മാരുയർത്തും പാർന്നുയരും വേഗം വന്നിടും കാന്തന്റെ മുഖം കാണാം. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയമാണേതിരേൽപ്പാൻ. അവർ തൻ്റെ ജനം താൻ അവരോട് കൂടെ വാസിക്കും കണ്ണീരെല്ലാം തുടച്ചിടും നാം. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും മിനി തീണ്ടുകില്ല. കൊടുങ്കാറ്റല കടലില കീഴിലും കടലലകളിലെന്നെ കൈ വിടാത്തവൻ. കാര്യം തന്നു കാത്തു സൂക്ഷിച്ചാരുമായി താൻ്റെ വരവിൻ പ്രത്യാശയോടെ നടത്തിയിടുമേ. തൻ കൃപകളെന്നും ഓർത്തു പാടിയിടും ഞാൻ, തൻ്റെ മുഖശോഭ നോക്കി ഓടിയിടും ഞാൻ. പെറ്റ തള്ള തൻ കുഞ്ഞിനെ മറന്നിടിലും എന്നെ മറക്കാത്തവൻ മന്നവനാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 17-ാം സങ്കീർത്തനം 8 മുതൽ 15 വരെയുള്ള തിരുവചനം. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്ന് വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളം ഉണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. സ്വർഗത്തിലെത്തുവാൻ എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി ചിന്തിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ ദേശത്തെ വിട്ടപ്പോൾ അവനത് തൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞു. എന്നാൽ ലോത്തിന്റെ ഭാര്യ സൊദോം വിട്ടപ്പോൾ അവൾ അത് തൻ്റെ ഹൃദയത്തിൽ നിന്നും വിട്ടുകളഞ്ഞില്ല. ആകയാൽ അവൾ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി തീർന്നു. അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ദേശത്തെ മാത്രമല്ല, കർത്താവ് നമ്മോട് വിടുവാൻ പറയുന്നതെല്ലാം വിട്ടുകളയണം എന്നാണ്. അക്ഷരികമായി വിട്ടുകളഞ്ഞ ശേഷം അത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കരുത്. ചിലർ തങ്ങളുടെ ഹൃദയത്തിൽ അവ സൂക്ഷിച്ചു വച്ചിരിക്കും. പരീക്ഷ നേരിടുമ്പോൾ അവർ അതിന് കീഴടങ്ങുന്നു. ആകയാൽ വിട്ടുകളയുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തായാലും വിശ്വാസവീരന്മാർ ചെയ്തതുപോലെ നാമും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിട്ടുകളയണം. ഹല്ലേലൂയ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു എന്ന് വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അവർ ഒരു ശ്രേഷ്ഠമായ ദേശത്തെ ആഗ്രഹിച്ചതിനാൽ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകണം എന്ന ആഗ്രഹം അവർക്കില്ലായിരുന്നു. അവർ സ്വർഗത്തിന് വേണ്ടി ജീവിച്ചിരുന്നു എന്ന് ലിവിങ് ബൈബിളിൽ കാണുന്നു. നാം സ്വർഗത്തിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ ഹൃദയം സ്വർഗമായിരിക്കും. സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയും നമുക്ക് സ്വർഗമായിരിക്കും. ഹല്ലേലൂയ. നിനക്ക് സ്വർഗം അധികം നല്ല ദേശം
ആയിരുന്നതിനാൽ നീ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുവാനുള്ള വെമ്പൽ ഉണ്ടാകും. ദൈവ പൈതലേ, നിന്റെ സ്വർഗീയ വീടിനെ ഓർത്ത് നീ വെമ്പൽ കൊള്ളുന്നുവോ? കർത്താവ് നമുക്കായി ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശം എന്ന് 1 പത്രോസ് 1:4 കാണുന്നു. എന്നിവയില്ലാത്ത അവകാശം ഒരുക്കുന്നു. ആകയാൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ, ആ നിത്യജീവനിലായി സ്വർഗരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള നല്ല ബുദ്ധി ദൈവം നൽകണമേ. സ്വർഗീയ ജ്ഞാനം, ദൈവിക ജ്ഞാനം നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന ദൈവത്തെ നന്ദിയേറെ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദിയേറെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം അപ്പാ. നിത്യജീവനായി സകലരും ഒരുങ്ങുവാൻ തക്കോടെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. രോഗികളായി ഭാരത്തോടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് യേശുവിന്റെ സമാധാനം നൽകണം കർത്താവേ. അപ്പൊ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. തുടർന്ന് ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണം. പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ അടിയങ്ങളെ നിയന്ത്രിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. കർത്താവെ, പുലോകത്തിലൊക്കെ നടക്കുന്ന വിശുദ്ധന്മാരുടെ ആരാധനകൾ അനുഗ്രഹിക്കണമേ, മാനിക്കണ ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. നശികിടക്കുന്ന ജനത്തെ നിത്യജീവൻ ഒരുക്കുന്നതായി തീരുവാൻ അങ്ങ് സഹായിക്കണം കർത്താവെ. അപ്പാ, സുവിശേഷ വിരോധികൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ജനത്തിനും കർത്താവേ, അപ്പാ, ഈ പരീക്ഷാഘട്ടം തന്നെ ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയപ്പെടുവാൻ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നല്ലേ ചെയ്ത കർത്താവേ, അങ്ങയുടെ സമാധാനത്തിലേക്ക് നിലനിൽപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹിക്കുക, ആനിക്ക് കൃപയ്ക്കുള്ളിൽ പറഞ്ഞു യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. സ്തോത്രം. ഹല്ലേലൂയ.